സുധീച്ചേട്ടൻ എപ്പോഴും വരുന്നുണ്ടോ ഫോട്ടോ? എന്റെ വീട്ടിൽ വരെ ഉണ്ടല്ലോ മിക്ക ദിവസം വാർത്തല്ലേ മിക്ക ദിവസമല്ല ഫുഡ് അധികം ഞാൻ കഴിക്കാൻ മടിയായിട്ട് പുള്ളി തന്നെയായിരുന്നു. കുട്ടിയെ പോലെ നോക്കിയിരുന്നല്ലേ? കുട്ടിയെ പോലെ മാത്രമാണ് നോക്കിയത്. അതെ, കുട്ടിയന്മാരെ മാത്രമാണ് നോക്കിയത്. കുട്ടിയുടെ സ്വഭാവം എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? കുട്ടിയുടെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു വീഡിയോ സൈഡിൽ വെച്ച് തരാം. ഇതാണ് കുട്ടിയെ പോലുള്ള സ്വഭാവം എന്ന് പറഞ്ഞാൽ. ഈ ഒരു വീഡിയോ സത്യം പറയാലോ, ഈ ഒരു വീഡിയോ എന്തിനു വേണ്ടിയാണെന്ന് ഞാൻ പോലും ആലോചിച്ച് പോയിട്ടുണ്ടായിരുന്നു. ദാസേട്ടൻ കോഴിക്കോട്, ഇയാൾ വലിയ കോര പ്രസംഗിക്കുകയും ഡയലോഗ് അടിക്കുകയൊക്കെ ചെയ്യും. കിഴങ്ങൻ, ഞാൻ അങ്ങനെ പറയത്തുള്ളൂ, കിഴങ്ങൻ എന്ന് തന്നെ പറയും. പിന്നെ അതുപോലെ തന്നെ പ്രജീഷ്, എടാ നിനക്ക് സാമാന്യ ബോധമെങ്കിലും ഇല്ലേ? പിന്നെ വേറെ ഒരുത്തനെ ഇപ്പോൾ കയറി വന്നിട്ടുണ്ട്. അവന് എനിക്കറിയത്തില്ല, അവന് ഇച്ചിരി ഓവറാണോ ഭയങ്കരമായിട്ട്. എനിക്ക് ഈ രേണുവിൻ്റെ കേസ് കേട്ടില്ല ഏറ്റവും കൂടുതൽ ഓവറായിട്ട് തോന്നിയ അവനാ. ഞാൻ അവൻ്റെ ഒരു വീഡിയോ ഒന്ന് വെച്ച് തരാം. ഓക്കെ, ഓക്കെ, നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടു കാണുമല്ലോ. ആ ഒരു വീഡിയോ ഡാൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. പാട്ട് ഞാൻ അങ്ങ് കട്ട് ചെയ്ത് അങ്ങ് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഓവറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി ചെയ്ത് കൂട്ടിയതാണ്, ജസ്റ്റ് ഒരു ടൈം പാസിന് ചെയ്തതാണെങ്കിൽ പോലും ഭയങ്കര ഓവറെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അതുപോലെ തന്നെ ഈ ലിപ് ലോക്ക് സീനും കാര്യങ്ങളും ഒക്കെ ചെയ്തപ്പം എൻ്റെ പൊന്നോ, ഇതൊക്കെ ഷോർട്ട് ഫിലിമിലെ കുറേ സീനും കാര്യങ്ങളൊക്കെ, അതൊക്കെ എന്തിനാണ് നിങ്ങൾ ഈ ഓൺലൈൻ മീഡിയക്കാരൊക്കെ വരുമ്പോൾ അവർക്ക് കാണിച്ചു കൊടുക്കുന്നതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? ഇതൊക്കെ ഭയങ്കര ബോർ പരിപാടിയല്ലേ സത്യം പറഞ്ഞ് ചെയ്യുന്നതിന്. ഈ ഒരു സ്ത്രീയുടെ വില ഇവരായിട്ട് തന്നെ കൊണ്ട് കളയൊക്കെ ചെയ്യുക. സുധീച്ചേട്ടൻ ഒരുപാട് വാരി കൊടുത്ത് നാട്ടുകാർക്ക് ഇപ്പോൾ വാരി കൊടുക്കേണ്ട അവസ്ഥയായി. നാട്ടുകാർ വാരി എടുക്കുകയാണ്, അങ്ങനെ തന്നെ പറയേണ്ടി വരും. നാട്ടുകാരിപ്പോൾ വാരി എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അഭിനയമാണ്, പഴമാണ്, കൊണയാണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാനാ ഇവനെ പോലെ ഒരു കിഴങ്ങനും. ആര്? ദാസേട്ടനല്ല ദാസൻ, അങ്ങനെ മതി, ദാസൻ അത് തന്നെ മതി. അവനെ പോലുള്ളൊരു കിഴങ്ങനും. അല്ല എന്താ പറയണ, ഞാനിന്ന് സജിനയുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. സജിനയുടെ വീഡിയോ എനിക്ക് അയച്ചു തന്നെയാണ്, കട്ട് ചെയ്തിട്ട് ഓരോരുത്തർ അയച്ചു തന്നിട്ട് സജിന പറഞ്ഞു കേട്ടില്ല എന്നുള്ള രീതിയിലാണ്. എന്നിട്ട് സജിന ഷോർട്ട് ഫിലിമിൻ്റെ ഡയറക്ടറിനെ കുറ്റം പറഞ്ഞ് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എൻ്റെ സജിനെ, ഇപ്പോഴാണോ സജിനയ്ക്ക് ഒരു ബോധം വന്നത്? രേണുവിനെ എല്ലാവരും പറ്റിക്കുവാണ്, അങ്ങനെയാണ് മറ്റേയാണെന്നൊക്കെ വലിയ കോര പ്രശ്നങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്തല്ലോ. എൻ്റെ പൊന്ന് സജിനെ, വർഷങ്ങൾ ആയിട്ട് ഞങ്ങൾ പറയുന്ന ഒരു കാര്യമാണ്. സജിന ഇന്ന് ഭയങ്കര കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സജിന പറഞ്ഞ കറക്റ്റാണെന്നൊക്കെ കമൻസും കാര്യങ്ങളൊക്കെ ഞാൻ കാണാനായിട്ടായിട്ടുണ്ട്. ഞാൻ പിന്നെ അക്കൗണ്ടിൽ പോയി നോക്കിയപ്പോൾ ഞാനൊന്ന് ചോദിച്ചോട്ടെ സജിനെ, ഇത് തന്നെയല്ലേ പള്ളിയിൽ അച്ഛനും കടന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്നത്? ആ സമയത്ത് എന്തൊക്കെയായിരുന്നു നീയൊക്കെ കൂടെ കാട്ടിക്കൂട്ടിയത്? കളിയാക്കാനും അതും ഇതും മറ്റേതൊക്കെ. നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരെല്ലാവരും ഇപ്പം നൈസായിട്ട് രേണുവിനെതിരെ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട്. രേണുവിൻ്റെ എന്ത് തെറ്റ് കണ്ടാലും ഞാനത് ചൂണ്ടിക്കാണിക്കും എന്നുള്ള രീതിയിലൊക്കെയാണ് ഇപ്പോൾ ചേച്ചിയുടെ സംസാരവും കാര്യങ്ങളൊക്കെ. ഇത് തന്നെയാണ് ഞങ്ങൾ വർഷങ്ങൾ കൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ. നിങ്ങളിപ്പോൾ വന്നിട്ട് രേണുവിന് എതിരായിട്ട് ഒന്ന് നൈസായിട്ടൊന്ന് സംസാരിച്ച് ആ ഡയറക്ടറിനെ ചീത്ത പറയുന്ന രീതിയിലൊക്കെ. ഇനി നിങ്ങളുടെയൊക്കെ അഭിനയമാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ തുറന്നു പറയാം, ഇവിടുത്തെ ജനങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പണ്ടേ മനസ്സിലായതാണ്. സജിനയും കൂടെ വന്ന് പറയുമ്പോൾ തന്നെ നിൻ്റെയൊക്കെ സ്റ്റാൻഡ് എന്താണെന്ന് നാട്ടുകാർ വിചാരിക്കും. ഓക്കെ, ഇനി ദാസേട്ടൻ എന്ന് പറയുന്ന കിഴങ്ങൻ, ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. അവനെയൊക്കെ കിഴങ്ങെന്നല്ല അവനെ വിളിക്കേണ്ട, അവനെ വേറെ പലതും വിളിക്കേണ്ടി വരും. ഇതൊരു കോമഡി രീതി പ്രസൻറ്റ് ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഇതൊരു സീരിയസ് ഇഷ്യൂ ആണ്. ആ രീതിയിൽ തന്നെ ഇത് സംസാരിക്കണം. എന്തായാലും ഞാനത് വെച്ച് തരാം. അവര് ലിപ്റ്റോ ചെയ്ത് കഴിഞ്ഞാൽ തിയേറ്ററിൽ കണ്ട സൂപ്പർ എന്നറിയും. ഇവന്റെ വീട്ടിലെന്താ ആരൊന്നും പറയില്ല, ആരും ചോദിക്കുമോ? അതെനിക്കറിയില്ല. ഞാനും രേണു പലപ്പോഴും പല സ്ഥലത്തും പറഞ്ഞ കാര്യങ്ങളാണ്. ഞങ്ങൾ രണ്ടാളും കൂടി ഒരു ആൽബം അഭിനയിച്ചാൽ, രേണു ഒരു ആൽബം ചെയ്താൽ, ദാസന് വേറെ ആൽബം ചെയ്താൽ എന്തോ സംഭവിക്കും. എൻ്റെ പൊന്ന് ദാസേട്ടാ, നിങ്ങൾ അഭിനയിക്കും. ഇവിടെ അഭിനയിക്കേണ്ടെന്ന് ഇവിടെ ഒരു മോനും പറഞ്ഞിട്ടില്ല. അത് ചിന്തിക്കുക. നിങ്ങൾ നല്ല രീതിയിൽ അഭിനയിച്ചാൽ മാത്രം മതി. ഇവിടെ ഒരു മനുഷ്യർ ഒരു ചുക്കും ഒന്നും പറയുന്നില്ല. പക്ഷെ ഇവിടെ പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? നീയൊക്കെ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഓൺലൈൻ മീഡിയക്കാരെ വിളിച്ചു വരുത്തിയിട്ട് അത് ഷൂട്ട് ചെയ്യുന്ന എന്തിനാ?
അതിനകത്ത് സീനും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നത് എന്തിനാ? അപ്പോൾ ഇത് ആൾക്കാർ വിചാരിക്കത്തില്ലേ? ആൾക്കാർ എന്തൊക്കെയാണ് വിചാരിക്കുന്നത്? ഇത് ഡയറക്ടർ ഏതാ അവള് അവിടെ പേരൊക്കെ എടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ അവിടെ പേരും പറയുന്നില്ല. എന്തായാലും നല്ല ഡയറക്ടറാണ്. അവിടെ പിടി ഇവിടെ പിടി മറ്റേത് പിടി മറിച്ചത് പിടി എന്നൊക്കെ പറഞ്ഞ് ഇത് നാട്ടുകാർ കാണുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി, നിങ്ങൾ പറയുന്നല്ലോ നല്ല പേരുണ്ടാക്കിയ മഹാൻ, എനിക്ക് അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുമില്ല ഈ പറയുന്ന കൊല്ലം സുധി എന്ന് പറയുന്ന വലിയ വ്യക്തിയാണെന്നുള്ള രീതിയിലാണ്. അവർക്ക് 2 മക്കൾ പറയുന്നവർ ഈ പറയുന്ന രേണു സുധിക്ക്, കിച്ചുവും ഋതപ്പനും, അവരൊക്കെ വളർന്ന് വന്നുകൊണ്ടിരിക്കുക. അവർക്കൊരു ചീത്തപ്പേരുണ്ടാക്കി വെക്കരുത്. ഇതൊരുമാതിരി പഴയ രേണുവിനേക്കാളും തഴം താന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവനെ പോലുള്ള പല ഞാൻ പറഞ്ഞാൽ കൂടിപ്പോവും. വെറും ആണും പെണ്ണും കെട്ടവൻ്റെ സംസാരം പോലെ സംസാരിക്കരുത് ദാസേട്ടാ. ഓ ദാസ, ആരൊന്നും എന്താ പറയാ ആരും ശ്രമിക്കുന്ന നടപ്പിലെ മാസവും നമ്മൾ കോഴിക്കോട് നടപ്പിലെ മാസവും അത് വെച്ച വെള്ളം താഴെ വെച്ചിരിക്കും. നീ അവിടെ വെച്ചോണ്ടോ തൊലിച്ചോണ്ടോ അവിടെ ഇരിക്കുക അങ്ങാണ്ട് ചെയ്യും. ഇനി ഇവൻ്റെ അടുത്ത സംസാരം കൂടെ ഞാനൊന്ന് വെച്ച് തരാം. എനിക്ക് സീനിൽ അഭിനയിക്കാൻ താല്പര്യമില്ല, എന്നോട് ചോദിച്ചിട്ടുണ്ടല്ലോ സീനിൽ. എനിക്ക് അഭിനയിക്കാൻ താല്പര്യമില്ല, കാരണം എഗ്രിമെന്റ് ചെയ്യണം. അത്ര ഞാൻ ചെയ്യത്തില്ല. ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അലിയൻസിലും. അപ്പൊ എന്നോട് പറഞ്ഞ ത്രൂട്ട് ചക്കപ്പത്തിൽ വേഷം 15 ദിവസം എല്ലാ മാസം. എൻ്റെ പൊന്നു രേണു, അതിനൊരു അന്തസ്സുണ്ട് രേണു. എഗ്രിമെന്റും കാര്യങ്ങളെന്നൊക്കെ പറയുമ്പോൾ ഇത്ര വർഷത്തേക്കെന്ന് പറയുമ്പോൾ ഒരു അന്തസ്സുണ്ട്. ഒരു ദിവസത്തേക്ക് ഇത്ര രൂപ വെച്ച് കിട്ടുകയെന്ന് വെച്ചാൽ നിസ്സാര കാര്യം, അന്തസ്സുള്ള പരിപാടിയാണ്. ഇതുപോലെ ചെന്നിട്ട് കള്ളിൻ്റെയും ഷാപ്പിൻ്റെയും അവൻ്റെ ഒക്കെ കൂടെ നിന്ന് ഇങ്ങനെ തോന്നിവാസം കാണിക്കുന്നതിനേക്കാളും ഭേദം അന്തസ്സുണ്ട് സീരിയലിൽ പോകുന്നതിന്. എനിക്കിപ്പോൾ ഒരു ദിവസം എങ്ങനെ പോയാലും ഒരു 5000 രൂപ 6000 രൂപയെങ്കിലും വെച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടുമായിരിക്കും. ഒരു 100 എപ്പിസോഡ് കിട്ടിയാൽ മതി നിങ്ങൾക്ക്. സീരിയലാകുമ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരു തുമ്പ് കിട്ടിക്കഴിഞ്ഞാൽ ആ തുമ്പ് പിടിച്ചിട്ട് ഒരു 600 എപ്പിസോഡ് ഉണ്ടാക്കി, പിന്നെ അതിൻ്റെ വാല് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 700 എപ്പിസോഡ് ഉണ്ടാക്കുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷേ രേണു കാണിച്ച ഏറ്റവും വലിയൊരു മണ്ടത്തരം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള നല്ല ഓപ്പർച്യൂണിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടിയ മിസ്സാക്കും എന്നുള്ള രീതിയിൽ ഓൺലൈനിൽ കിടന്ന് അഴിഞ്ഞാടുന്നതും പിന്നെ അതുപോലെ കാണിക്കുന്ന തോന്നിയവാസങ്ങളൊന്നും രേണുവിൻ്റെ ഒരു വിഷയമല്ല. വിഷയമൊന്നുമില്ല. അതാണ് അവൾക്ക് ആവശ്യം. പറയാൻ മനസ്സിലായോ? അതാണ് അവൾക്ക് ആവശ്യം. മറ്റേതാകുമ്പോൾ റീച്ചും കാര്യങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. ഒരു ഷോർട്ട് ഫിലിം ചിലപ്പോൾ എനിക്ക് 30,000 വേണം, അല്ലെങ്കിൽ എൻ്റെ 50,000 രൂപ വേണം, കിട്ടും. അതും മേടിച്ചുകൊണ്ട് പോകും. സീരിയലാണെങ്കിൽ എഗ്രിമെൻറ്റും കാര്യങ്ങളാകുമ്പോൾ ഇവിടെ തോന്നിയ രീതിക്ക് നടക്കാൻ പറ്റത്തില്ല. ഇതുപോലുള്ള ഓരോ തോന്മാരും വന്ന് മുതലാക്കിയിട്ട് പോവുകയും ചെയ്യും. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മുതലാക്കുമെന്ന് പറയുന്നത് വെച്ചാൽ എന്തുവാണ്, നെഗറ്റീവ് ആക്കി വിടും. ഞാൻ അതാ ഉദ്ദേശിക്കുന്നത്. ഇനി ഡാനി വേറെ വല്ലതും പറഞ്ഞെന്നും പറഞ്ഞുള്ള രീതിയായിട്ട് സംസാരിച്ചുകൊണ്ട് വരുമെന്നും ചെയ്യല്ലേ. ഇനി ചേച്ചിയുടെ അടുത്തൊരു വീഡിയോ വെച്ച് തരാം. അതിൻ്റെ ഇടയ്ക്ക് ഏറ്റുപിടിക്കാൻ ഒരു ദാസേട്ടൻ കിഴങ്ങൻ. എന്റെ ജീവിതം മേടിക്കല്ലടാ. ചേച്ചിയുടെ ഫ്ലാറ്റ് മേടിക്കും. ഇങ്ങനെ പോയ ഫ്ലാറ്റ് അല്ല, പലതും മേടിക്കും. എൻ്റെ രേണു കൂടുള്ളവർ പോലും ഇപ്പോൾ രേണുവിനെ നെഗറ്റീവായിട്ട് സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ സജനയും പിന്നെ വേറൊരുത്തും കൂടെ വന്നിട്ട് ഇപ്പോൾ നെഗറ്റീവ് പറയുന്നു, ആ ഡയറക്ടറിൻ്റെ പേര് പറയുന്നു. ഇനി അതിന് റീച്ചിന് വേണ്ടിയാണോന്നൊന്നും പറയാൻ പറ്റത്തൊന്നുമില്ല. ഇവറ്റകളെ നമ്പാനും പറ്റത്തില്ല. എന്തായാലും നാണം കെട്ട തൊലിയായി എന്ന് തന്നെ പറയാം. അപ്പോൾ ഓരോരോ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മളൊക്കെ എന്തോ വലിയ തെറ്റ് ചെയ്തെന്നുള്ള രീതിയിൽ അവരുടെ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ബോർ പരിപാടി എന്ന് പറയാമല്ലോ. ആൾക്കാർ വെറുത്തു പോയിക്കൊണ്ടിരിക്കുക. ഓരോ ദിവസം കഴിയുമ്പം രേണു സുധി എന്ന് പറഞ്ഞ വ്യക്തി ആൾക്കാർ വെറുത്തുകൊണ്ടിരിക്കുക. ഇഷ്ടപ്പെട്ട് വന്ന ജനങ്ങൾ ഈ പറഞ്ഞ രേണുവിനെതിരെ നിൽക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അത് ഈ പെണ്ണുമ്പുള കാണിക്കുന്ന ഏറ്റവും വലിയ വിവരക്കേടല്ലേ. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. പുതിയൊരു ബ്രാൻഡ് ഇറങ്ങി, മിന്നൽ മാജിക് എന്ന് പറഞ്ഞ പുതിയ ബ്രാൻഡ് കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡ്. ഈ കിഴങ്ങത്തി എടുത്തിട്ട് വട്ടം കറക്കിപ്പിക്കും അമ്മമാര്. കേരളത്തിൻ്റെ സ്വന്തം ബ്രാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇട്ട് ആക്കിക്കൊണ്ടിരിക്കും. അതുപോലും മനസ്സിലാക്കാനോ ബോധമില്ല. അതെന്താ, എനിക്ക് പൈസ മാത്രം മതി, എൻ്റെ തുണിയുടെ തുമ്പ് കുറഞ്ഞോ നൂല് കൂടിയോ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, ബാക്കിയും കൂടെ പറ. ഓക്കെ, ഈ സംഭവം എന്താന്ന് പറഞ്ഞാൽ ഇവർക്കൊരു 2-3 ആഴ്ച മുമ്പ് ഒരു ഷോർട്ട് ഫിലിം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഡയറക്ടർ തന്നെയാണ്, അതായത് ഇപ്പോൾ ഒരു പെണ്ണാണല്ലോ ഡയറക്റ്റ് ചെയ്യുന്നത്.
അവിടെ ഒരു 4 ആഴ്ച മുമ്പ് രേണുവിനെ വെച്ച് ഇറങ്ങിയതാണ്. അത്യാവശ്യം ഒരു 5 ലാക്കോളം വ്യൂസും കാര്യങ്ങളൊക്കെ പോയി ഹിറ്റായെന്നാണ് ഇവർ പറയുകയൊക്കെ ചെയ്യുന്നത്. ആൾക്കാർ ഞാനെടുത്ത് നോക്കിയപ്പോഴും കമൻറ്റ് ബോക്സ് നോക്കാൻ വേണ്ടി വന്നവരുണ്ടോ എന്നും പറഞ്ഞിട്ടുള്ള രീതിയിലാണ് മൊത്തം കാര്യങ്ങളൊക്കെ നടക്കുകയൊക്കെ ചെയ്യുന്നത്. അതിനകത്താണെങ്കിൽ പൂര തന്തയ്ക്കുളിയുണ്ട്. പിന്നെ അത്യാവശ്യം ഞാനത് ഓടിച്ചിട്ട് നോക്കുകയൊക്കെ ചെയ്ത് ദാസേട്ടൻ്റെ റൊമാൻസാണ്. ഓക്കെ, ഈ റൊമാൻസും ഈ ഒരു സീനും ഒക്കെ എൻ്റെ ഇടയ്ക്കകത്ത് കയറി കുറച്ച് എന്താ പറയുക ഏപ്പടത്തിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ അവർ ഷൂട്ട് ചെയ്ത് വെക്കും. ആദ്യം അതങ്ങ് ഇറക്കി വിടും. കാരണം നെഗറ്റീവ് ആണല്ലോ വേണ്ടത്. ഇത് എല്ലാവർക്കും അറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഈ സജിനെ എങ്ങാണ്ട് അവരുടെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, രേണുവിനെ വിളിച്ചതിന് ഉപദേശിച്ചായിരുന്നു, അപ്പോൾ രേണു അതിനെ അനുസരിച്ച് മുന്നോട്ട് പോകുമെന്നൊക്കെയാണ് പറയുന്നത് കേട്ടെ. എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇവിടുത്തെ ഡയറക്ടറിൻ്റെയും ഈ പറയുന്ന നടൻ്റെയൊക്കെ അഭിനയം ഒന്ന് ഞാൻ കാണിച്ചു തരാം. അത് അതിനേക്കാളും കോമഡി. ഇതൊക്കെ ഈ ഓൺലൈൻ മീഡിയക്കാർ വരുമ്പോൾ അവരെ കാണിക്കാൻ വേണ്ടി എന്തിനാണ് നിൽക്കുന്നതെന്നാണ് ഞാൻ ആലോചിച്ച് പോകുന്നത്. ഞാനൊന്ന് വെച്ച് തരാം ഒരെണ്ണം. അഭിനയിച്ചില്ലെങ്കിൽ അഭിനയം അറിയില്ല അറിയട്ടോ നിങ്ങൾക്ക്. ഓക്കെ, ആ ഒരു സീൻ നിങ്ങൾ കണ്ടല്ലോ. ആ ഒരു സീനില്ല ഒരു ഡയറക്ടർ കാണിക്കുന്നതാണ്. ഏതെങ്കിലും ഇപ്പോഴും ഞാൻ ഒന്നും എടുത്തോ, ഏതെങ്കിലും ഡയറക്ടർമാരിങ്ങനെ കാണിക്കൂ? ഏതെങ്കിലും ഡയറക്ടർമാർ അഭിനയിച്ച് കാണിക്കുന്നതല്ല ഞാനീ പറയുന്നത്. അതായത് ഒരു മീഡിയക്കാർ, ആ മീഡിയക്കാർക്ക്, അതായത് നമ്മുടെ ഒരു ഷോർട്ട് ഫിലിമിൽ വരേണ്ട സീൻ ഇതിന് മുമ്പേ ഒരു മീഡിയയിലും ഒക്കെ വരുവാണെങ്കിൽ ആൾക്കാർ കൊട്ടിഘോഷിക്കാൻ വേണ്ടിയാണെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഇവിടെ നെഗറ്റീവ് ആവുന്ന ആരാ? ഈ പറയുന്ന ഡയറക്ടറോ ആ നടനോ ഒന്നുമല്ല, രേണു തന്നെ ആവത്തുള്ളൂ. ഇതിങ്ങനെയാണ് രേണുവിനെ വിറ്റ ആൾക്കാർ സത്യം പറഞ്ഞാൽ റീച്ചും ഉണ്ടാക്കുന്നത്. ഈ പെണ്ണുമ്പിളൊക്കെ ആണെങ്കിൽ നെഗറ്റീവ് പേരും ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. അതുപോലും മനസ്സിലാക്കാവുന്ന ഒരു സാമാന്യ ബോധ്യമൊന്നും ആർക്കൊന്നുമില്ല. നമ്മൾ പറഞ്ഞ് നമ്മൾ പറഞ്ഞു. ഇനി വേറെ വിവരം കെട്ട വീഡിയോസൊക്കെ ഉണ്ട്, അത് വെച്ച് തരാം ഞാൻ. അതെ, ഓരോ ഗുരു ഓരോ പ്രേമമാണ്. ചേച്ചിയുടെ പ്രേമത്തിന്റെ കഥകളൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. ശ്രുതി മരിച്ചു കഴിഞ്ഞിട്ട് 1, 2, 3, 4, 5, 6 എണ്ണിയ തീരാത്ത ഒരുപാട് കേസ് കെട്ടുകളുണ്ട്. പറഞ്ഞ് നമ്മൾ തന്നെ ഇപ്പം നാണം കെട്ട്. ഇവർക്ക് പിന്നെ ഒരു തൊലിയില്ല. നമ്മളിരുന്ന് സംസാരിക്കും. നമുക്ക് ഓക്കെ, റീച്ചെങ്കിൽ റീച്ച്, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കരുതാം. നമുക്കൊരു വിഷയമില്ല. നമുക്ക് ആ ഒരു മൈൻഡോടെ നിൽക്കുന്ന ആൾക്കാരാണ്. നിന്നെയൊക്കെ വിറ്റ് ഞങ്ങൾ കാശുണ്ടാക്കുന്നെങ്കിൽ ഉണ്ടാക്കുന്ന, അത്രേ ഉള്ളൂ. അതെ, ഓരോ കഥകൾ പറയാനുണ്ട്. എൻ്റെ പൊന്നോ, ചേച്ചിയുടെ ഓരോ കഥകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുണ്ടല്ലോ ഈ സീനൊക്കെ, ആ സീനൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ. അത് അതുപോലത്തെ കഥകളാണ് സത്യം പറഞ്ഞാൽ. നമുക്ക് ഒരുപാട് കേസ് കെട്ടുകൾ അറിയാം. പിന്നെ ഇപ്പോൾ ഒന്നും വിളിച്ച് പറയുന്നില്ല, കാരണം എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് പോക്കോട്ടെ എന്ന് കരുതി വിടുമ്പോൾ പിന്നെയും ചൊറിഞ്ഞു കുത്തി കയറി വരും. ഞാൻ ഈ അടുത്ത സമയത്ത് ഇവർക്കെതിരെ വീഡിയോ ഇടുന്നവർ എൻ്റെ കൂട്ടുകാരനെതിരെ വരെ സംസാരിച്ചാണ്. പക്ഷെ നമുക്കെതിരെ തല്ലാനും കൊല്ലാനും കൊട്ടേഷൻ കൊടുക്കുന്നവളെയൊക്കെ പിന്നെ നമ്മളെന്താ പൂവിട്ട് പൂജിക്കണോ? അതെ, സുധിച്ചേട്ടൻ എപ്പോഴും പറയും. ഇപ്പൊ സുധിച്ചേട്ടൻ പോലും നാട്ടിലില്ലാത്ത അവസ്ഥയാക്കി കളഞ്ഞു കഴിഞ്ഞു. സുധിച്ചേട്ടൻ മരിക്കുന്നതിന് 4 ദിവസം മുമ്പ് ചൂലിങ്കല്ലിട്ട് ഓടിച്ച് തല്ലിയതാണ് മനുഷ്യനെ. എന്നിട്ട് കിച്ചണിൽ ലാപ്ടോപ്പ് അത് ഇതൊക്കെ മേടിച്ചു കൊടുക്കാൻ പറയുമ്പം പുതിയ തന്തയ്ക്ക് വിളിക്കും. ആ ഒരു നാണം കെട്ടവളാണ് ഇപ്പോൾ വന്നിട്ട് ഈ കൊര വരയ്ക്കുന്നത്. ഇവളെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കുറേ തോൽവികളായ കുറേ ആൾക്കാരുമുണ്ട്, വിവരം കെട്ട കുറേ ആൾക്കാർ. നോക്കട്ടെ ഇനി വേറെ വല്ലതും കിടപ്പുണ്ടോന്ന് വീഡിയോ. പ്ലാൻ ചെയ്തിട്ടില്ല. എവിടെയാണ്? മണാലി പോയാലോ? മണാലി ഒരു പ്രാവശ്യം പോയത്, കുളുവില് പോകണം. ചങ്ങനാശ്ശേരി. തണുപ്പുള്ള സ്ഥലം എവിടെയും ഭയങ്കര ഇഷ്ടമല്ലേ? ഇവൻ ശരിക്കും മുതലാക്കുന്നുണ്ട്. ഇവൻ മറ്റേ അർത്ഥത്തിലാണ് ഞാൻ ഈ പറയുന്നത്. ഇവൻ ശരിക്കും എന്തായാലും നെഗറ്റീവ് കിട്ടുകയാണെങ്കിൽ ഇവൻ റീച്ച് ഉണ്ടാക്കാൻ ഭയങ്കര, ഈ പ്രവീഷിൻ്റെ കൂട്ട് ഇൻട്രോവേർട്ടല്ല, ഇവൻ കുറച്ചും കൂടെ ആക്റ്റീവാണ് നല്ല രീതിയിലാണ്. ഇവന് നിങ്ങൾ കണ്ടോ, ഇവൻ കയറിയാലും ഇവൻ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം എന്നുള്ളൊരു മൈൻഡായിട്ട് വന്നവന്. അവൻ്റെ പിടുത്തമാണെങ്കിൽ എനിക്ക് ഓരോ പെണ്ണുങ്ങൾ അയച്ചു തന്നിട്ട് കണ്ടില്ല ഏട്ടാ, അവൻ്റെ പിടുത്തം കണ്ടില്ല, അവൻ്റെ ഇത് ഞാൻ പറഞ്ഞതൊക്കെ എന്തിനാ എനിക്ക് അയച്ചു തന്നിട്ട് അവൻ്റെ പിടുത്തത്തിൻ്റെ കാര്യം പറയില്ല. പക്ഷെ ഓവറാണ്, ഭയങ്കര ഓവറെന്ന് വെച്ചാൽ ഭയങ്കര ഓവർ.
ആൾക്കാരെ വെറും ഉണ്ണാക്കന്മാരാക്കുന്ന രീതിയിൽ അവനെല്ലാം തികഞ്ഞെന്നുള്ള കുറച്ച് ഭാവം കാര്യങ്ങളൊക്കെ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇതുപോലുള്ള ഒരുത്തി വന്നിട്ട് മുന്നിൽ എന്നാ നിന്നോന്നും പറഞ്ഞ് പിടിച്ച് നിൽക്കുമ്പം അവന്മാർക്ക് റീച്ച് ഉണ്ടാക്കാനാണെങ്കിൽ അവന്മാർ ഇതല്ല ഇതിൻ്റെ അപ്പുറം തോന്നിയ ദിവസവും കാര്യങ്ങളൊക്കെ കാണിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ കുറച്ച് ലിമിറ്റ് ഇട്ടാൽ നല്ലതായിരിക്കും. ഇപ്പോൾ കൂടുള്ള നിങ്ങളുടെയൊക്കെ സജിനെയൊക്കെ ചേച്ചി എന്നാണ് പറയുന്നത്, അവരൊക്കെ പറയുന്നത് ഇങ്ങോട്ട് കുറേയൊക്കെ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ഒരു കാര്യം രേണുസുതി നിങ്ങൾ കണ്ടോ, നിങ്ങളിപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഒരു കാലം വരുമ്പോൾ നിങ്ങളെ തിരിഞ്ഞു കൊത്തും. അതിനുള്ള അവസരം നിങ്ങളായിട്ട് തന്നെ ഉണ്ടാക്കി വെക്കുക. അത്രേ ഞാൻ പറയുന്നുള്ളൂ, കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്ബ് ചെയ്യുക. ബൈ ലവ് യു ഓൾ. ഞാനിത് ഒറ്റയടിക്ക് ഇങ്ങനെ അങ്ങ് പറന്നു പോകും, എൻ്റെ വായി തോന്നുന്ന പോലെ അങ്ങ് പറയുമോ. നേരത്തെയൊക്കെ ആയിരുന്നെങ്കിൽ ഇരുന്ന് ആലോചിച്ച് കണ്ടൊക്കെ പറയാമായിരുന്നു. ഇപ്പം ഈ ഒരു കേസ് കേട്ടിൽ നമ്മൾ സ്പോട്ടിൽ തന്നെ വായി തോന്നി അങ്ങ് വിളിച്ച് പറയാം. അത്രേ ഉള്ളൂ. ബൈ ലവ് യു ഓൾ ഗൈസ്.